വിക്രമിന്റെ അഭിനന്ദനം മാത്രം പോരാ മോനെ. നീ ടൈഗർ ആണെന്ന് ഞാൻ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. നീ ടൈഗർ ആണെന്ന് തെളിയിക്കാൻ കഴിയുമെന്ന് പറഞ്ഞല്ലോ. എങ്കിൽ ശരി, ഞാൻ നിന്നെ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ ക്ഷണിക്കുന്നു. നീ എന്താണ് പറയുന്നത്? ശാന്തനാകൂ വിക്രം, ശാന്തനാകൂ. നമുക്ക് പോരാടാം. നീ ജയിച്ചാൽ നീ ടൈഗറാണെന്ന് ഞങ്ങൾ അംഗീകരിക്കും. പക്ഷെ നീ തോറ്റാൽ ഞങ്ങളെ ഇന്ന് കുറച്ച് പണം വാങ്ങി എവിടെയെങ്കിലും ദൂരെ പോയി ഒതുങ്ങി ജീവിക്കുക. ബൽറാം, നീ എന്താണ് പറയുന്നത്? ഇത് ശരിയല്ലേ? നമുക്ക് പോരാടാം. എപ്പോഴാണ്? ഇത് കേട്ട ബൽറാമിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. വിക്രം ഞെട്ടിപ്പോയി. നോ ടൈഗർ, ഹോൾ. നോക്ക്, നീ ആർക്കും ഒന്നും തെളിയിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ദാറ്റ്സ് ഇറ്റ്. വിക്രം, ഞാൻ എന്ത് ചെയ്താലും അതെന്റെ ഇഷ്ടപ്രകാരമാണ്. ഇന്ന് ബൽരാജ് എന്റെ മുഖത്ത് നോക്കി പറയുന്നതൊന്നും നാളെ എന്റെ പിന്നിൽ നിന്ന് ഒരുത്തനും പറയാൻ ധൈര്യപ്പെടരുത്. അഭിനവിന്റെ കണ്ണുകളിൽ സഞ്ജയിന്റേത് പോലെയുള്ള തീക്ഷ്ണത കണ്ടപ്പോൾ വിക്രം ഒന്ന് ദീർഘമായി ശ്വാസമെടുത്ത് ആശ്വാസത്തോടെ അവനെ നോക്കി. ഏകദേശം 1 മണിക്കൂറിന് ശേഷം ബൽരാജും അഭിനവും വിക്രമും അവരുടെ പ്രൈവറ്റ് അരീനയിലെത്തി. ബൽരാജ് സ്ഥിരമായി പരിശീലിച്ചിരുന്നത് അവിടെയായിരുന്നു. ആ വലിയ വേദിയിൽ അവരല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. നല്ലവണ്ണം ആലോചിച്ചിട്ട് മതി. ഞാൻ ഇന്ന് വരെ റിങ്ങിൽ തോറ്റിട്ടില്ല. നിങ്ങൾ ഈ റിങ്ങിൽ ഇതുവരെ തോൽക്കാതിരുന്നത് ഇന്ന് വരെ സഞ്ജയിന്റെ മകനായ ടൈഗറിനെ നേരിടേണ്ടി വന്നിട്ടില്ലാത്തത് കൊണ്ടാണ് ബൽരാജ്. സോ വിക്രം, താൻ ആരുടെ മേലെയാണ് ബെറ്റ് വെക്കുന്നത്? എന്റെയോ അതോ ഇവന്റെയോ? മണ്ടത്തരം പറയല്ലേ. ടൈഗർ ഇവിടെ ഉള്ളപ്പോൾ വേറെ ആരെ കുറിച്ചെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? നല്ലോണം ആലോചിച്ചോ. തോറ്റ ആളുകൾ കളിയാക്കി ചിരിക്കും. നിന്റെ ഈ തല പിന്നെ പുറത്ത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലാകും. വാ, നമുക്ക് ഫൈറ്റ് തുടങ്ങാം. അഭിനവ് ബൽരാജിനെ അടിമുടി നോക്കി. അയാൾ അവനേക്കാൾ ശരീരമുള്ളവനായിരുന്നു. അയാളുടെ ആ വലിപ്പത്തെ തന്നെ ആക്രമിക്കാനാണ് അഭിനവ് ലക്ഷ്യമിട്ടത്. ഇരുവരും തമ്മിലുള്ള പോരാട്ടം തുടങ്ങി. പെട്ടെന്നായിരുന്നു ബൽരാജിന്റെ ആദ്യത്തെ പഞ്ച് അഭിനവിന്റെ മുഖത്ത് പതിച്ചത്. ആ ഇടിയിൽ അവന്റെ തല കറങ്ങുന്നത് പോലെ അഭിക്ക് തോന്നി. ഒരു കാര്യം എപ്പോഴും ഓർമ്മ വേണം. നിന്റെ അവസാന ശ്വാസം വരെ നീ പോരാടണം. തോറ്റു കൊടുക്കരുത്. നീ ടൈഗറാണ്. ഇവനാണോ നമ്മുടെ ആള്? നിങ്ങൾ ആരെയാണ് ഈ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്? ഇവനാണോ നമ്മളെ ഭരിക്കാൻ പോകുന്നത്? ഏതെങ്കിലും ഒരു ദിവസം വന്ന് നമ്മുടെ തലയെ കയറിയിരുന്ന് ഞാനാണ് ടൈഗർ എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കണം? ഒരിക്കലുമില്ല. കമോൺ. ബൽരാജിന്റെ അടുത്ത പഞ്ച് അഭിനവിന്റെ മൂക്ക് തകർക്കാൻ പോന്നതായിരുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ അഭിനവ് സ്വബോധം വീണ്ടെടുത്ത് തല വെട്ടിച്ചു കളഞ്ഞു. ബൽരാജിന്റെ പഞ്ച് ലക്ഷ്യം തെറ്റി. അയാൾ തിരിഞ്ഞ് അഭിനവിനെ നോക്കി. ചെറുപ്പം മുതൽ അച്ഛൻ സഞ്ജയ് അവനെ പോരാടാൻ പഠിപ്പിച്ച കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു അവനപ്പോൾ. അവൻ ബൽരാജിന്റെ ഓരോ കിക്കും തടുത്തുകൊണ്ടിരുന്നു. ഇത്തവണ ബൽരാജിന് ശരിക്കും ദേഷ്യം വന്നു. അയാൾ വീണ്ടും അഭിനവിന്റെ നേർക്ക് പാഞ്ഞെടുത്തു. ഇപ്പോൾ അഭിനവ് കുനിഞ്ഞ് അയാളുടെ കാലിന് ഒരൊറ്റ ചവിട്ട് കൊടുത്തു. ബൽരാജ് ബാലൻസ് തെറ്റി റിങ്ങിൽ വീണു. എന്റെ ബൽരാജ്, തോൽവി സമ്മതിച്ചോ? വെറുതെ നിങ്ങളെ റെക്കോർഡ് നശിപ്പിക്കല്ലേ. ഞാൻ പുറത്ത് ആരോടും പറയില്ല നിങ്ങൾ ടൈഗറിനോട് തോറ്റ കാര്യം. ദേഷ്യം നിയന്ത്രിക്കാനാവാതെ ബൽരാജ് തുടരെ അഭിനവിനെ ഇടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അയാളുടെ പവർ പഞ്ചുകൾ അഭിനവ് ഈസിയായി തടുത്തുകൊണ്ടിരുന്നു. അവസാനം അവൻ അച്ഛൻ പഠിപ്പിച്ച പാഠങ്ങളെല്ലാം പുറത്തെടുത്തു. ബൽരാജിനെ അടിച്ച് നിലത്തിട്ട് അഭി ഒരു ഹീറോയെ പോലെ നിന്നു. അഭിനവ് ബൽരാജിനെ അവിടെ വിട്ട് റിങ്ങിന്റെ മൂലയിലേക്ക് പോയി നിശബ്ദനായി നിന്നു. ബൽരാജ് കഷ്ടപ്പെട്ട് തന്റെ ഭാരം കൂടിയ ശരീരം ഉയർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. വിക്രം, എനിക്കറിയാം നീ ഇപ്പൊ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും അല്ലേ? ബൽരാജ് വേദനയോട് കൂടി എഴുന്നേറ്റു. പക്ഷേ അയാൾ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് അഭിനവിനോട് ചോദിച്ചു, എവിടുന്ന് നീ ഇതൊക്കെ പഠിച്ചത്? പാരമ്പര്യമായി കിട്ടിയതാ, എന്റെ അച്ഛന്റെ. ഇന്ന് നമ്മൾ ഒരുമിച്ച് കുടിക്കുന്നു. ഇന്നത്തെ പാർട്ടി എന്റെ വക. ബൽരാജ്, അങ്ങനെയല്ല പറയേണ്ടത്. ടൈഗർ ജി ഇന്ന് എൻ്റെ കൂടെ മദ്യപിക്കാനും പാർട്ടി നടത്താനും താല്പര്യമുണ്ടോ എന്ന് ചോദിക്കണം. മനസ്സിലായോ? ടൈഗർ ജി ഇന്ന് എന്റെ കൂടെ മദ്യപിക്കാനും പാർട്ടി നടത്താനും താല്പര്യമുണ്ടോ? ഓക്കെ, റൈറ്റ്. തീർച്ചയായിട്ടും. അനന്യ, അഭി, എൻ്റെ അമ്മയും അച്ഛനും വന്നിട്ടുണ്ട്. നടന്നതെല്ലാം അവർക്ക് മനസ്സിലായി. നിന്നെ അവർക്ക് നേരിൽ കാണണമെന്ന്.
അതുകൊണ്ട് നീ എവിടെയാണെങ്കിലും എത്രയും പെട്ടെന്ന് വരണം. ഇപ്പോഴും ആ പിന്നെ ഇതിൽ ഞെട്ടാൻ ഇപ്പം എന്താ? നീ ആയിട്ട് തുടങ്ങി വെച്ചത് നീ ആയിട്ട് തീർത്തോ. വിക്രം, ബൽരാജ്, ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റില്ല. എനിക്ക് വീട്ടിൽ പോകണം. എൻ്റെ അമ്മായിയപ്പനും അമ്മായിയമ്മയും വന്നിട്ടുണ്ട്. നിന്റെ കല്യാണം കഴിഞ്ഞു എപ്പോ? അതൊരു വലിയ കഥയാണ്. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞുതരാം. എല്ലാം ഓക്കെ അല്ലേ അഭി? നമ്മൾ രോഹനെ ഉടനെ വിളിച്ച് പറയണം. ഇവൻ തന്നെയാണ്. നോ ബൽരാജ്, ഇപ്പോൾ തൽക്കാലം ഇവന്റെ യഥാർത്ഥ ഐഡന്റിറ്റിയുടെ കാര്യം മറ്റാരും അറിയരുത്. ടൈഗർ തിരിച്ചെത്തിയെന്ന കാര്യവും ആരും അറിയരുത്. ഓക്കെ? രോഹൻ ഇപ്പോൾ എന്താ ചെയ്യുന്നത് അത് തന്നെ ചെയ്യട്ടെ. അപ്പോൾ ശരി, ഞാൻ ഇറങ്ങുന്നു. ആ പിന്നെ വിക്രം, എൻ്റെ ആ പുതിയ ജോലിയുടെ കാര്യം മറക്കണ്ട. ഡോണ്ട് വറി, അത് ഞാൻ ഏറ്റു. ഇത് കേട്ട് അഭിനവ് വിക്രമയും ബൽരാജനും കൈകൊടുത്ത് പുറത്തിറങ്ങി. പോകാനായി അവൻ ഒരു ടാക്സി ബുക്ക് ചെയ്തിരുന്നു. ടൈഗർ, ഇത് നമ്മൾ ഹോട്ടലിൽ വെച്ച് കുടിച്ച അതേ ഐറ്റമാണ്. പോയി നിങ്ങളുടെ അമ്മായപ്പനും അമ്മായമ്മയ്ക്കും കൊടുക്കുക. അവർ ജന്മത്തിൽ ഇത് കണ്ടിട്ട് പോലും ഉണ്ടാകും. എല്ലാ ഉപകാരത്തിനും നന്ദി വിക്രം. നിനക്കും തിരിച്ചു വന്ന് ഞങ്ങളുടെ പ്രതീക്ഷകൾ നിലനിർത്തിയവൻ. ബായ്. പുറത്തേക്ക് വാ. റിങ്ങിനുള്ളിൽ തന്നെ നിൽക്കാനാണോ പ്ലാൻ? കുറച്ച് സമയത്തിന് ശേഷം കാർ അനന്യയുടെ വീടിന് പുറത്ത് വന്നു നിന്നു. അഭിനവ് ഇറങ്ങി ദീർഘമായി ഒരു ശ്വാസം എടുത്ത് വീടിനകത്തേക്ക് നടന്നു. നമസ്കാരം അമ്മ. നമസ്കാരം അച്ഛ. ഇത് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നതാണ്. വാവ്, കൊള്ളാലോ. എന്താ ഇത്? കണ്ടിട്ട് നല്ല എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു. എന്ത് നല്ല മണം. നോക്ക്. മതി നിർത്ത്. മിക്കവാറും ഈ ബോട്ടിൽ എവിടെ നിന്നെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുവന്നായിരിക്കും ഇവൻ. ഇവനെ പോലെ ഒരാൾക്ക് ഇത്രയും വില കൂടിയ മദ്യം വാങ്ങാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നീ എന്തിന് ഇതെല്ലാം വാങ്ങിയത്? ചതിയിലൂടെ എന്റെ മോളെ കല്യാണം കഴിച്ചതും പോരാ, ഇതൊക്കെ തന്ന് ഞങ്ങളെയും സ്വാധീനിക്കാൻ നോക്കുവാണോ നീ? അതും മോഷ്ടിച്ച മദ്യം കൊണ്ട്. സോറി, പക്ഷെ ഞാൻ ആരെയും ചതിച്ചിട്ടില്ല, ഒന്നും മോഷ്ടിച്ചിട്ടുമില്ല. ഓ, അപ്പൊ എന്റെ മകളുടെ കൂടെ നിന്റെ പ്രേതമായിരുന്നോ കിടന്നത്? നീ ഇതെല്ലാം ചെയ്യുന്നത് എന്റെ മകളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയാ അല്ലേടാ? ഒരു 7-ാം കൂലിയാണല്ലോ എന്റെ മോൾക്ക് കിട്ടിയത്. ആ വാക്കുകൾ കേട്ട് അഭിനവിന് നെഞ്ചിൽ കുത്തേറ്റതുപോലെ തോന്നി. ആരും അവന്റെ ഭാഗം കേൾക്കാൻ തയ്യാറായില്ല. അതെ, അവൻ അനന്യയുടെ കൂടെ ഒരേ കിടക്കയിൽ കിടന്നു എന്നത് സത്യമാണ്. പക്ഷേ അവൻ അത് മനഃപൂർവ്വം ചെയ്തതല്ല. താൻ എങ്ങനെയാണ് അനന്യയുടെ മുറിയിൽ എത്തിയതെന്ന് അവൻ അറിയില്ലായിരുന്നു. ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. എന്നാൽ അഭിനവ് ഒരു വിശദീകരണവും ഷാർമിളയ്ക്ക് നൽകിയില്ല. അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ലെന്ന് അവൻ അറിയാമായിരുന്നു. നീ ഊമയാണോ? നിനക്ക് സംസാരിക്കാൻ അറിയില്ലേ? ഷാർമിള അടങ്ങാത്ത ദേഷ്യത്തോടെ അവനെ നോക്കി. ഷർമിള, ഇവിടെ ഇരിക്കുക. അഭിനവ്, നീയും. ഷാർമിള ദേഷ്യത്തിൽ സോഫയിലിരുന്നു. അഭിനവും ഇരുന്നതിന് ശേഷം രാജീവ് തുടർന്നു. അവിടെ നടന്നതെല്ലാം ഞങ്ങൾക്കറിയാം. അത് എങ്ങനെ സംഭവിച്ചുവെന്ന് അനന്യയ്ക്ക് പോലും അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് അവിടെ എന്തോ വലിയ ചതി നടന്നിട്ടുണ്ട് എന്നാണ്. എന്തായാലും സംഭവിച്ചൊന്നും ഇനി മാറ്റാൻ കഴിയില്ലല്ലോ. നീയും അനന്യയും തമ്മിലുള്ള ബന്ധവും മാറ്റാൻ കഴിയില്ല. പക്ഷേ സംഭവിച്ച കാര്യങ്ങളിൽ അഭിനവിന് വിഷമം ഉണ്ടായിരുന്നില്ല. കാരണം അവൻ അനന്യയെ കണ്ടുമുട്ടിയില്ലായിരുന്നുവെങ്കിൽ വിക്രമിനെ ഒരിക്കലും കാണുമായിരുന്നില്ല. ആളുകളുടെ മുന്നിൽ അനന്യയുടെ സൽപ്പേരിന് ഒരു കേടുപാടും സംഭവിക്കാനും അവൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ വിവാഹബന്ധം തകരാനും അവൻ ആഗ്രഹിച്ചില്ല. നീ ഇപ്പം എന്താ ചെയ്യുന്നത്? ഞാൻ ഒരു ഡെലിവറി ബോയ് ആയി ജോലി ചെയ്യുകയായിരുന്നു. പക്ഷെ ഇന്ന് എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അവന്റെ ഈ വാക്കുകൾ ഒരു ബോംബ് പോലെ ആ 2 പേരിലും പതിച്ചു. ഷാർമിള എന്തെങ്കിലും പറയുന്നതിന് മുൻപ് രാജീവ് പറഞ്ഞു, അഭിനവ്, നീ എത്രയും പെട്ടെന്ന് വേറൊരു ജോലി കണ്ടെത്തണം. അതും നല്ലൊരു ജോലി. എന്നാൽ മാത്രമേ നിനക്ക് എൻ്റെ മകളെ ലീഗലി വിവാഹം കഴിക്കാൻ കഴിയൂ. ഓക്കെ, ഇപ്പൊ നിനക്ക് പോവാം. അഭിനവ് എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. അത് കണ്ട് ഷാർമിളയുടെ ദേഷ്യം വീണ്ടും വർദ്ധിച്ചു. അവൾ അഭിനവിന്റെ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, കണ്ടില്ലേ ഇവന്റെ ഓവർ കോൺഫിഡൻസ്? പോക്കറ്റില് 10 രൂപയില്ല, എന്നിട്ടും അവന്റെ നടത്തം കണ്ട കാട്ടിലെ ടൈഗർ ആണെന്നാ വിചാരം. രാജീവ്, ഇവനെ പോലെ ഒരു ദരിദ്രവാസിയെ ആരെങ്കിലും ജോലിക്ക് എടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എടുക്കുമെന്നല്ല, എടുത്തു. അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. അഭിനവിന്റെ ഈ മറുപടി കേട്ട് രാജീവും അത്ഭുതപ്പെട്ടു. അപ്പോഴേക്കും അഭിനവ് ഷാർമിളയുടെ അടുത്തേക്ക് വന്നു ചോദിച്ചു, എനിക്ക് ഒരു നല്ല ജോലി കിട്ടിയാൽ ഞാൻ അനന്യയെ വിവാഹം കഴിക്കാൻ യോഗ്യനാണെന്ന് നിങ്ങൾ സമ്മതിക്കുമോ? ആഹാ, എന്താ കോൺഫിഡൻസ് അല്ലേ? കോൺഫിഡൻസ് ഒലക്ക. ജോലി എന്ന് പറഞ്ഞാ നാളെ ഏതെങ്കിലും പാർക്കിംഗ് സ്ഥലത്ത് പോയിരുന്ന ആളുകളുടെ കാറുകൾക്ക് ടിക്കറ്റ് മുറിക്കുന്ന പണിയല്ല. നല്ല ശമ്പളമുള്ള ജോലി, അന്തസ്സുള്ള ജോലി. നിനക്ക് അങ്ങനെ ഒരു ജോലി ലഭിക്കുകയാണെങ്കിൽ നീ ഇപ്പോ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കാം. ഷാർമിള പറഞ്ഞത് കേട്ട് അഭിനവിന്റെ മുഖത്ത് വലിയൊരു ചിരി വിരിഞ്ഞു. അഭിനവ് ആരാണെന്നോ അവന്റെ പിന്നിൽ ആരാണെന്നോ ഷാർമിളയ്ക്ക് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി വീടിനുള്ളിലേക്ക് നടക്കാൻ തുടങ്ങി. രാത്രി ഒരുപാട് വൈകിയിരുന്നു.
ഈ സമയത്ത് ഇനി തനിക്ക് തന്റെ വീട്ടിൽ പോകാൻ കഴിയില്ലെന്ന് അബിക്കറിയാമായിരുന്നു. അവൻ അനന്യയുടെ മുറിയിൽ പോയി കിടക്കാമെന്ന് കരുതി. എന്തായാലും അവർ ഇപ്പോൾ ഭാര്യയും ഭർത്താവുമാണല്ലോ. അഭിനവ് 1-ാം നിലയിലേക്ക് കയറി അനന്യയുടെ മുറിയുടെ പുറത്തെത്തി. എന്താ രാത്രി ഒരുപാട് വൈകി. എനിക്ക് എന്റെ വീട്ടിൽ പോകാൻ കഴിയില്ല. എനിക്ക് കിടക്കാൻ ഒരു ഇടം വേണം. സോ എന്ത് സോ? എന്നെ നിന്റെ അച്ഛനെയും അമ്മേനെയും കാണിക്കാൻ വിളിപ്പിച്ചത് നീയല്ലേ? അപ്പൊ നീ തന്നെ എനിക്കൊരു സ്ഥലം കണ്ടുപിടിച്ചതാ ഉറങ്ങാൻ. ഹലോ, നീ എന്താ വിചാരിച്ചേ? നിന്നെ ഞാൻ രണ്ടാമതും എന്നെ മുറിയിലേക്ക് കയറ്റുവന്നോ? പിന്നെ ഞാൻ എവിടെ പോകും? എവിടെയും പോ, എനിക്കറിയില്ല. നിന്റെ കാല് മാറ്റിക്കോ, അല്ലെങ്കിൽ ഞാൻ പൊളിക്കോ അത്. അഭിനവ് ആദ്യം ഭയപ്പെട്ടില്ല. വാതിൽ അവന്റെ കാലിൽ തട്ടി വേദനിച്ചപ്പോൾ അവൻ പെട്ടെന്ന് കാൽ പിന്നോട്ട് വലിച്ചു. അനന്യ വാതിൽ കൊട്ടിയടച്ച ശേഷം മുറിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ജോലിക്കാരുടെ സ്ഥാനം മുതലാളിമാരുടെ മുറികളിലല്ല, സ്റ്റോർ റൂമിലാണ്. ഇത് കേട്ട് അഭിനവിന് വിഷമം തോന്നി. പക്ഷേ അവൻ എന്ത് ചെയ്യാൻ കഴിയും? അവൻ അടഞ്ഞ വാതിലിലേക്ക് നോക്കി നിരാശയോടെ നിന്നു. ഇനി എന്ത് സംഭവിക്കും? അഭിനവ് എവിടെ കിടക്കും? ഈ വീട്ടിൽ അവൻ എപ്പോഴെങ്കിലും ബഹുമാനം ലഭിക്കുമോ?